ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് വെൽക്കം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ പാർട്ട് 1 ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൽ ഇക്കാക്ക് അവിടെ ഗൾഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി വെയർ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. ഇതിൽ വന്നിട്ട് ഇക്കാക്ക് ഒരു 1 മന്ത് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രഷ്, സോപ്പ്, ചീപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാലക്കാട് ഒലവക്കോടുള്ള A to Z എന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് തന്നെ ഒരു 1 മന്തായി. ബട്ട് എനിക്കിപ്പോഴും ഈ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ദെൻ നിങ്ങൾ ഫസ്റ്റ് വ്ളോഗ് കാണാത്തവരാണെങ്കിൽ മസ്റ്റായി വാച്ച് ചെയ്യുക. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായി വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദെൻ ഈ വീഡിയോയും ഫുള്ളായി കാണുക. അപ്പോൾ ഞങ്ങൾ ഇക്കാക്ക് അവിടെ ഒരു 1 മന്ത് യൂസ് ചെയ്യാൻ പറ്റിയ സോപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇക്ക പറഞ്ഞാൽ ഭയങ്കര ഹൈജീൻ ഇഷ്യൂ ഉള്ള ആളാണ്. ഐ മീൻ ഭയങ്കര വൃത്തി കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റാണ്. ഇക്കാക്ക് ഒക്കെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സോപ്പ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇക്കാൻ്റെ സോപ്പ് കഴിയും. ദെൻ നമ്മളൊരു ബ്രഷ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്രഷൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു 1 ഇയറൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുള്ളൂ. ബട്ട് എൻ്റെയൊക്കെ അങ്ങനെയല്ല, ഒരു 6 മന്ത് അത്ര തന്നെ യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ബ്രഷ് യൂസ് ചെയ്യില്ല. അങ്ങനെ ഭയങ്കര ഒരു ഹൈജീൻ ഇഷ്യൂ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. ഇക്കാക്കൊക്കെ സ്വന്തമായിട്ട് വേണം. ഫുൾ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. ഇക്കാൻ്റെ ബെഡ്റൂം എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇക്കാക്ക് ദേഷ്യം വരും. ഭയങ്കര വൃത്തിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഇക്കാക്ക് അവിടെ ഒരു 1 മന്ത് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. മാക്സിമം കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ എനിക്ക് പറ്റിയ എൻ്റെ ഫേസ് വാഷ് ആവട്ടെ, ലിപ് ഷെയ്ഡ് ആവട്ടെ, ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അങ്ങനത്തെയൊക്കെ സെർച്ച് ചെയ്തു. പക്ഷേ ഒന്നും തന്നെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ A to Z വരെയുള്ള സംഭവങ്ങളുണ്ട്, പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ എൻ്റെ ഏത് തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ സയാനുവിന് ഫേസ് ക്രീമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ഹിമാലയയുടെ ഫേസ് ക്രീം, ഡൈപ്പർ റാഷസ്, കുറച്ച് പാമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് മേലോട്ടാണ്. മേലോട്ട് പോയത് ഇക്കാക്കൊരു വാട്ടർ ബോട്ടിലും പിന്നെ ഈ സോപ്പൊക്കെ ഇട്ട് വെക്കാനുള്ള ബോക്സ് ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേലെ പോയിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ജീൻസിൻ്റെ ക്യാപ്പ് ഉണ്ടായിരുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇക്കാക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അവിടെയൊക്കെ നന്നായിട്ടൊക്കെ ഉണ്ട്. അല്ല, ഇങ്ങനെ താഴത്ത് ക്യാപ്പ് നോക്കട്ടെ. ക്യാപ്പ് ഇഷ്ടമായില്ല? ആ ജീൻസിൻ്റെ അല്ലേ? അതാണ് ബോക്സ്. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ആക്ഷൻ എന്താ വെച്ചാൽ ഇക്ക എൻ്റെ 2-3 സാധനം മട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് അതൊരു 7-8 സാധനമാക്കി മാറ്റി. അതിൻ്റെ ഒരു നന്ദി പ്രകടനമായിരുന്നു അത്. പിന്നെ ഞാൻ ഭയങ്കര ടയേർഡായി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. അപ്പോൾ ഇതോടെ ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു ആൻഡ് ബൈ.